ഇടുക്കി അടിമാലിയിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി 4ാം ക്ലാസ്സുകാരി മരിച്ചു. 9 വയസ്സുകാരി ജോവാന സോജയാണ് മരിച്ചത്. ഭക്ഷണം കുടുങ്ങിയപ്പോൾ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, അത്യധികം ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. എന്താണ് നമുക്ക് ഈ കുടുംബവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്? ഇന്നലെ രാത്രിയാണ് ഭക്ഷണം കഴിച്ചപ്പോൾ ജോവാന സോജൻ എന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥിനി 9 വയസ്സുകാരിക്ക് ഈ ദാരുണ അന്ത്യമുണ്ടായത്. ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചപ്പോൾ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങുകയും പിന്നീട് ഛർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് വീട്ടുകളിൽ ലഭിക്കുന്ന വിവരം. ഛർദ്ദിച്ച സമയത്ത് ഭക്ഷണത്തിന്റെ അംശം ശ്വാസനാളത്തിൽ കുടുങ്ങിയത് ശേഷമാണ് ശ്വാസതടസ്സം ഉണ്ടാകുകയും പെട്ടെന്ന് കുട്ടിയുമായി ഇവർ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തത്. അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ എത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ ചികിത്സ നൽകിയെങ്കിലും ശ്വാസതടസ്സം മൂർച്ഛിക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വീട്ടിൽ നിന്ന് തന്നെയാണ് കുട്ടി ഭക്ഷണം കഴിച്ചത്. ആ ഭക്ഷണം കഴിച്ചപ്പോൾ തടസ്സം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ശേഷം ഛർദ്ദിക്കുകയുണ്ടായി. ഛർദ്ദിച്ചപ്പോൾ ഉണ്ടായ തടസ്സം ആണ് ഇപ്പോൾ ഈ മരണകാരണത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം ഉള്ളത്. കുട്ടിയുടെ മൃതദേഹം ഇന്ന് ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട്. കുട്ടി പഠിക്കുന്നത് കൂമ്പൻപാറ ഫാത്തിമ മാതാ സ്കൂളിലാണ്. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജോവാന സോജൻ. ഇടുക്കി അടിമാലിയിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി 4ാം ക്ലാസ്സുകാരി മരിച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. ഭക്ഷണം കുടുങ്ങിയപ്പോൾ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.